നമസ്കാരം. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ തന്നെ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന ഒരു കാലമാണ്. സ്ട്രെസ്സ് വല്ലാതെ എല്ലാവരെയും പിടികൂടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഇതിന് അവർക്ക് ആശ്വാസം പകരുന്ന രീതിയിൽ നിരവധി മോട്ടിവേഷണൽ സ്പീക്കർമാർ രംഗത്തെത്താറുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വല്ലാതെ വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ ഈ മോട്ടിവേഷണൽ സ്പീക്കർമാരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. ഇവരിൽ പലർക്കും എന്താണ് അവരുടെ അടിസ്ഥാന യോഗ്യത, ഇത് സംബന്ധിച്ച് പരിശീലനം കൊടുക്കാൻ അവർക്ക് എന്തെങ്കിലും സാങ്കേതികമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണോ, ഇവർ മറ്റേതെങ്കിലും മേഖലയിൽ പ്രവർത്തിച്ച ആളാണോ, മനഃശാസ്ത്രവുമായി ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊന്നും ആരും ഉന്നയിക്കാറില്ല. സോഷ്യൽ മീഡിയയിൽ വന്ന് ഘോര നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് പ്രസംഗിക്കുന്ന ഇവരിൽ പലരും അത്ര നല്ല ആളുകളായിരുന്നില്ല എന്നുള്ള സത്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ കാരണം ശരിക്കും മോട്ടിവേഷണൽ സ്പീക്കർമാരായിട്ടുള്ള എല്ലാവിധ യോഗ്യതകളുമുള്ള പലരും പിന്തള്ളപ്പെടുകയും ഈ കള്ളനാണയങ്ങൾ മുന്നിൽ കയറി നിൽക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന കണ്ണൂർ മുഴക്കുന്നിലെ മുൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലും പ്രമുഖ ട്രെയിനറുമൊക്കെയായ അല്ലെങ്കിൽ ഈ ആളുകളെ മോട്ടിവേഷണൽ സ്പീച്ച് നടത്തുന്ന KC ഷാജു എന്നൊരാൾ. ഈ KC ഷാജു എന്ന ഈ 59-കാരനെ ഇന്ന് പിടികൂടിയത് ഒരു 17-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ്. ആ കുട്ടിയുടെ വീട്ടിലെത്തി ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇയാളെ മാസ്റ്റർ ട്രെയിനർ എന്നാണ് അറിയപ്പെടുന്നത്. സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം സർക്കാരിൻ്റെ തന്നെ നിരവധി പദ്ധതികളിൽ ഇയാൾ അംഗമാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് കുട്ടികൾക്കിടയിലേക്ക് കടന്നു ചെന്ന് അവരെ മോട്ടിവേഷണൽ സ്പീച്ചൊക്കെ നടത്തി മോട്ടിവേഷൻ നൽകി പരമാവധി നല്ല പൗരന്മാരായി നിങ്ങളെ വിഷമമൊക്കെ മാറ്റി എല്ലാം നേരെയാക്കി നടത്താൻ നിയോഗിക്കപ്പെട്ട ഇത്തരം ആളുകളൊക്കെ തന്നെ, ഇത്തരം ഇത്തിൽക്കണ്ണികളൊക്കെ തന്നെ ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം പീഡനമാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സാമൂഹ്യ ചൂഷണമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇയാൾ വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി നിരവധി മോട്ടിവേഷണൽ പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളാണെന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ ഇയാൾ ഏതെങ്കിലും സർക്കാർ അനുകൂല അധ്യാപക സംഘടന നേതാവായിരുന്നോ എന്നും അറിയില്ല. എന്താണെങ്കിലും ഇയാളെക്കുറിച്ച് നേരത്തെ ഇത്തരത്തിലുള്ള ധാരാളം പരാതികൾ ഉയർന്നിരുന്നു. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കൃത്യമായി ഇയാളെ പിടികൂടിയിരിക്കുകയാണ്. ഇതിന് തൊട്ടുമുമ്പ് നമുക്കെല്ലാവർക്കും അറിയാം, ഫിലിപ്പ് മമ്പാടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുൻ പോലീസുകാരൻ ഇതുപോലെ മോട്ടിവേഷണൽ സ്പീച്ചുമായി രംഗത്തെത്തിയിരുന്നു. ഇയാൾക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് സമൂഹ മാധ്യമങ്ങളിലുണ്ടായിരുന്നത്. ഒടുവിൽ ഒരു 16-കാരിയെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ച കേസിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിലാണ്. ഇയാൾക്ക് വേണ്ടി ഇയാളുടെ ഭാര്യയും മകളുമൊക്കെ രംഗത്തെത്തിയിരുന്നു എങ്കിൽ പോലും ഇവരൊക്കെ മനുഷ്യരാണോ എന്ന് ചോദിക്കാനാണ് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇയാളുടെ ഫിലിപ്പ് മമ്പാടിൻ്റെ മകളെക്കാൾ എത്രയോ പ്രായം കുറഞ്ഞൊരു കുട്ടിയാണ് ഇയാൾ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ലക്ഷ്യമിടുന്നത് മനുഷ്യൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് അവരുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കുക, അവരുടെ ദൗർബല്യങ്ങളും ശക്തിയൊക്കെ തന്നെ മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായി തങ്ങൾക്ക് ഇവരെ എങ്ങനെ ചൂഷണം ചെയ്യാൻ കഴിയും എന്ന് ഒരു വഴി അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഇവരൊക്കെ തന്നെ വളരെ മോനെ മോളെ എന്നൊക്കെ വിളിച്ച് വളരെ സ്നേഹത്തോടു കൂടിയാണ് ആളുകളോട് ഇടപഴകുന്നത്. അങ്ങനെയുള്ള ഇവർ ഇത്തരത്തിലുള്ള ദുഷ്ടന്മാരാണെന്നുള്ള ചിന്ത നിഷ്കളങ്കരായ അല്ലെങ്കിൽ കൗമാരപ്രായത്തിൽ കുട്ടികൾക്ക് ഒരുപാട് ശാരീരികമായ മാറ്റങ്ങൾക്ക് വിധേയരാകുന്ന കാലമാണ്. മാനസികമായ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിക്കുക. ഈ പ്രായത്തിലുള്ള കുട്ടികളെ തന്നെയാണ് ഇവരെല്ലാവരും തന്നെ ചൂഷണം ചെയ്യുന്നത് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു കേസിലാണ് ഇയാൾ പിടിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിൽ പോലും ഇയാൾ നേരത്തെ എത്ര ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യവും ഇനി അന്വേഷിക്കേണ്ടി വരും. ഫിലിപ്പ് മമ്പാടിൻ്റെ കാര്യവും ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെല്ലാവരും തന്നെ ജനങ്ങളെ നന്നാക്കാൻ അല്ലെങ്കിൽ ജനങ്ങളെ സഹായിക്കാൻ ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട്, നീ ഒന്നും പേടിക്കേണ്ടതില്ല, ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സമീപിക്കുകയും പിന്നീട് അവരുടെ ജീവിതം തന്നെ കുളം കോരുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഫിലിപ്പ് മമ്പാടിനെയും KC ഷാജുവിനെയൊക്കെ പോലെയുള്ള ആളുകൾ സമൂഹത്തിൽ മാന്യതയുടെ വേഷം ധരിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഞങ്ങളാണ് നിങ്ങളെ രക്ഷകന്മാർ എന്നുള്ള ഒരു ഭാവത്തിലാണ് ആളുകളെ സമീപിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളെ, സ്ത്രീകളെ ഒക്കെ തന്നെയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ഫിലിപ്പ് മമ്പാടിൻ്റെ പേരിൽ ഇത്തരത്തിൽ നിരവധി സ്ത്രീകളെ ചൂഷണം ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സ്ത്രീകളുടെ വിഷമങ്ങൾ കേട്ടറിഞ്ഞ് ഞാൻ പരിഹാരം കണ്ടെത്തി തരാം എന്ന് പറഞ്ഞ് പിന്നീട് അവരുമായി അടുക്കുകയും അവരെയൊക്കെ തന്നെ ചൂഷണത്തിന് വിധേയരാക്കുകയും ചെയ്യുന്ന രീതിയാണ് മമ്പാടനും തുടർന്നത്. ഏതാണ്ട് അതിൻ്റെ മറ്റൊരു രൂപമാണ് ഈ KC ഷാജു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് KC ഷാജു ഒരു അധ്യാപകനായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അപമാനകരമായ കാര്യം. ഇത്തരത്തിലുള്ളൊരു അധ്യാപകൻ ഇയാൾ പഠിപ്പിച്ചിരുന്ന കാലയളവിൽ എന്തെല്ലാം വൃത്തികേടായിരിക്കും ഇതുപോലെ കാട്ടിക്കൂട്ടിയിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഫിലിപ്പ് മമ്പാടനാകട്ടെ നിയമപാലകനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. സ്വയം വിരമിച്ചുകൊണ്ടാണ് ഇയാൾ ഈ മോട്ടിവേഷണൽ രംഗത്തേക്ക് ഇറങ്ങുന്നത്. ഇവരെല്ലാവരും വലിയ തോതിലുള്ള പണം സമ്പാദിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക. ഇവരുമായി ഒരു കൺസൾട്ടിങ് നമുക്ക് വേണമെങ്കിൽ വലിയ തുകയാണ് പലപ്പോഴും ഇവർ ചോദിക്കാറുള്ളത്. ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം മാത്രമേ ഇവർ ആളുകളുടെ ഫോണിൽ ബന്ധപ്പെടാറോ അല്ലെങ്കിൽ ഉപദേശങ്ങൾ നൽകാറോ ഉള്ളൂ. ഇവർ ഏത് തരത്തിലുള്ള ഉപദേശങ്ങളാണ് ഇത്തരത്തിൽ നൽകുന്നത് എന്നുള്ള കാര്യവും വ്യക്തമല്ല. കൃത്യമായ മനഃശാസ്ത്രമൊക്കെ പഠിക്കാതെ ആളുകൾ ഇത്തരത്തിൽ ഈ പരിശീലനത്തിന് ഇറങ്ങുമ്പോൾ ഇവരുടെ അടുത്തേക്ക് അയക്കുന്ന മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹരിക്കാൻ നമ്മുടെ നാട്ടിൽ വേറെ ഒരുപാട് അംഗീകൃത യോഗ്യതയുള്ള സൈക്കോളജിസ്റ്റുകളും സൈക്കാട്രിസ്റ്റുകളൊക്കെ ധാരാളമായിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇവരെല്ലാം മിന്നുന്നതൊന്നും പൊന്നല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക.
ഈ പമ്പാടന്മാരും കെ സി ഷാജുമാരും ഒക്കെ തന്നെ ഈ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. ഇവരെ തിരിച്ചറിയുക എന്നുള്ളത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ മലയാളിയുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർക്ക് കഴുത്തുകൊണ്ട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്.